സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മുടെ വിസ്മയ മോഹൻലാലിൻ്റെ തുടക്കം കണ്ടു. ഇന്നലെ ആദ്യത്തെ ഷോ തന്നെ കണ്ടു, പക്ഷേ നല്ല റിവ്യൂ ഇടാൻ പറ്റിയില്ല. എന്തായാലും തുടക്കം നല്ല ഗംഭീര തുടക്കമായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡയറക്ടർ ജൂഡ് ആൻ്റണി ജോസഫ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അതായത് 2018 എന്നുള്ള സിനിമ, പ്രളയം ബേസ് ചെയ്തിട്ടെടുത്തുള്ള സിനിമ ഒരുപാട് ഹൃദയസ്പർശിയായിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ മറ്റ് പല സിനിമകളും വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ, മ്യൂസിക് ജാക്സ് ബിജോയ്, ക്യാമറ ജോമോൺ ടി ജോൺ, എഡിറ്റർ ചമൻ ചാക്കോ, പിന്നെ അഭിനേതാക്കൾ വിസ്മയ മോഹൻലാൽ, പിന്നെ ലാലേട്ടൻ ഉണ്ട്. ലാലേട്ടൻ കാമിയർ റോളിൽ ചെറിയ റോളേ ഉള്ളൂ. പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരാൾ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ ആശിഷ് ജോയ് ആൻ്റണി. അദ്ദേഹത്തിനും ഒരു നല്ല മികച്ച തുടക്കം തന്നെയാണ് ഈ സിനിമ. പിന്നെ സായികുമാർ, ജാഫർ ഇടുക്കി, മനോജ് കെ ജയൻ, ചിപ്പി, ഇങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഉണ്ട്. വലിയ താരനിര ഉണ്ടെങ്കിലും ഇതൊരു വലിയ ക്യാൻവാസിൽ എടുത്തിട്ടുള്ള സിനിമയല്ല. ഇതൊരു ചെറിയ സിനിമയാണ്. ഇത് ഒരു 1-2 വീടുകൾ, ഒരു പോലീസ് സ്റ്റേഷൻ, ഒരു ബസ്, പിന്നെ കുറച്ച് ലൊക്കേഷൻസ്, അത്രയൊക്കെ ഉള്ളൂ. വളരെ ഒതുക്കി ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷേ സംവിധായകൻ്റെ കൈയടക്കം അതിൽ ശരിക്കും പതിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ്, ഇതെന്താണ് തുടക്കം ആദ്യത്തെ ഷോ തന്നെ എനിക്ക് കാണാൻ തോന്നാൻ കാരണം എന്ന് ഞാൻ പറയാം. അതായത് ഈ സിനിമ റിലീസ് ആവുന്നതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം, ഞാൻ പറയാം, അവിടെ പ്രൊമോഷൻ പരിപാടി. അപ്പോൾ അതിൽ നമ്മുടെ ഇതിലെ നായിക വിസ്മയ മോഹൻലാൽ സംസാരിച്ചതിനെ പറ്റി, അവരുടെ പെരുമാറ്റത്തെപ്പറ്റി, അവരുടെ ശരീരഭാഷയെപ്പറ്റി ഒരുപാട് മോശം കമൻറ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മിക്ക ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നുള്ളത് അറിയാം. അപ്പോൾ അതൊരു വളരെ, ഒന്നാമത്തെ കാര്യം, അതൊരു മോശം പ്രവണതയാണ്. അതായത് വിമർശിക്കുന്നതിന് കുഴപ്പമില്ല, ഈ വിമർശനത്തിൻ്റെ മര്യാദയൊക്കെ ഒരുപാട് അതിര് കടന്നിട്ട് വളരെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ടാണ് അവരെ അത്രയും നിലംപരിശാക്കുന്ന രീതിയിലാണ് വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവരൊരു സ്ത്രീയല്ലേ, അവർക്ക് ആ ഒരു പരിഗണന പോലും കൊടുക്കാതെ എത്രയോ മോശപ്പെട്ട വാക്കുകൾ അതിൽ പല, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് വീണ്ടും കാണുമല്ലോ, എന്താണത് ഇങ്ങനെയൊക്കെ വിമർശിക്കാനുണ്ടായ കാരണം എന്നുള്ളത്. അപ്പോൾ അത് അവരുടെ ഒരു മാനറിസം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ അവരുടെ ഒരു സംസാരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഒരു സഭാകമ്പം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ലാലേട്ടൻ്റെ മോളാണെങ്കിലും അവരും ഇതുപോലെ അവരുടെ സ്വന്തം ഒരു സിനിമയുടെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നതല്ലേ. അപ്പോൾ നമ്മളാണെങ്കിലും ആരാണെങ്കിലും ഒരു പരിപാടിയിൽ ആദ്യമായിട്ടൊക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് സഭാകമ്പം ഉണ്ടാവും, നമ്മൾ വാക്കുകളൊക്കെ തെറ്റിപ്പോവും. അങ്ങനെ അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ശരീരഭാഷ ഓരോ രീതിയിലായിരിക്കും, അത് ആരുടെയും കുറ്റമല്ല. അതുപോലെ ശരീരപ്രകൃതി, ഇപ്പോൾ അവർ തടി കുറച്ച് കൂടുതലാണ്, അതിപ്പോൾ അവരുടെ കുറ്റമല്ല. ഇപ്പോൾ ചില ആളുകൾ തടി കുറയ്ക്കാൻ ശ്രമിച്ചാലും കുറയാത്ത ആളുകളുണ്ട്, അതിനിപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതിനെയൊക്കെ വെച്ചിട്ടാണ് വളരെ മോശമായിട്ട് വിമർശിക്കുന്നത്. നമ്മളിത് കാണുമ്പോൾ, അതിപ്പോൾ വിസ്മയയുടെ കാര്യം മാത്രമല്ല, മറ്റ് പല കാര്യങ്ങളെടുത്താലും, ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, ഇപ്പോൾ ഇവരുടെയൊക്കെ ആരാധകരാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത്. ഇനി അതല്ല, മറ്റു മേഖലകളിലേക്ക് കടന്നാലും, ഇപ്പോൾ രാഷ്ട്രീയ ആയാലും, ഇതിനൊക്കെ വിമർശനത്തിനൊക്കെ ഒരു പരിധി വിട്ടപ്പുറത്തേക്ക് പോയിരിക്കുന്നു നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ. അപ്പം അതിന് ഇത് തന്നെ, ഇവരൊക്കെ തന്നെ ഒരു നിയമപരമായിട്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണേണ്ടതുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ്, വാട്സപ്പ്, ഇവരൊക്കെ ഇങ്ങനെ ഒരു വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യുകയെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലെങ്കിൽ ഭാവിയിൽ അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ പല സുഹൃത്തുക്കളും അത് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ ഒന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ, ഈ വിസ്മയ സംസാരിച്ച ആ ഒരു വീഡിയോ പല പ്രാവശ്യം ഇങ്ങനെ കണ്ടു നോക്കി. അപ്പോൾ നമുക്കും തോന്നുകയൊക്കെ ചെയ്തു, ഒരു സഭാകമ്പൊക്കെ മാറാനുണ്ട് എന്നുള്ളത് നമുക്കൊരു തോന്നൽ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, അപ്പോൾ ഇങ്ങനെ സഭാകമ്പമുള്ള ഒരാൾ ഇങ്ങനൊരു സിനിമയിലെ നായികയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ആയിരിക്കും അപ്പോൾ അവർ ആ സിനിമയിൽ അവരുടെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ വരുമല്ലോ. അപ്പോൾ അതാണ് ഞാനത് തുടക്കം തന്നെ എനിക്ക് ഈ സിനിമ ആദ്യത്തെ ഷോ തന്നെ കാണണമെന്ന് തോന്നാൻ കാരണം. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഓരോ വ്യക്തിത്വങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ ഓരോരുത്തരുടെ കഴിവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും അഭിനേതാക്കളുടെ, ഒരാളുടെ നിലവിൽ നമ്മൾ കാണുന്ന ശൈലിയിൽ നിന്ന് മാറി അവർ ആ കഥാപാത്രമായിട്ട് മാറുമ്പോഴാണ്.
അപ്പോൾ അത് നിങ്ങൾക്കും അത് കണ്ടു കഴിഞ്ഞാൽ, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഈ തരത്തിൽ ആളുകൾ കുറ്റപ്പെടുത്തുന്ന ആ രീതിയിലൊക്കെ ഉള്ള, അതായത് പലരും പറഞ്ഞത് ഈ തുടക്കം ഒരു ഒടുക്കമാവും, തുടക്കം തന്നെ അവസാനമാവും, ഇത് കഴിഞ്ഞു ഇതോടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ സിനിമ ഒന്ന് കണ്ടു നോക്കൂ. അതിപ്പോൾ വലിയ ഒരു 100% എന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും പാസ് മാർക്കുണ്ട്. പാസ് മാർക്കല്ല, അത്യാവശ്യം നല്ല മാർക്ക് തന്നെയുണ്ട്. കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനിയും മികച്ച ലെവലിലേക്ക് പെർഫോം ചെയ്യാൻ ഇവർക്ക്, വിസ്മയ മോഹൻലാലിന് കഴിയും. പിന്നെ ഇദ്ദേഹം ആശിഷ്, നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരൻ മോഹൻ, അപ്പോൾ അദ്ദേഹവും ഈ ഇതിൽ പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് ഞാൻ കണ്ടു. വളരെ എന്താ പറയുക, വളരെ ഒരു പക്വതയുള്ള ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ അതേസമയം സിനിമയിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ വിപരീത. അദ്ദേഹം ഈ സിനിമയിൽ ഒരു ഡയലോഗ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. സിനിമ ഉടനീളം ആൾ ഉണ്ട് പ്രധാന കഥാപാത്രമായിട്ട്, പക്ഷേ ഒരു ഡയലോഗോ 2 ഡയലോഗോ മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. എന്നിട്ടും അദ്ദേഹം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. എനിക്ക് തോന്നുന്നത് വിസ്മയേക്കാളും ഒരല്പം ഒരു മാർക്ക് കൂടുതൽ ആശിഷിനായിരിക്കും ഈ സിനിമയിൽ എന്നാണ് തോന്നുന്നത്. വിസ്മയ മോശമാണെന്നല്ല അതിൻ്റെ അർത്ഥം. വിസ്മയം വളരെ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. വിസ്മയുടെ ഏറ്റവും ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആക്ഷൻ സീക്വൻസ് തന്നെയാണ്. ആക്ഷൻ അത് വിസ്മയ ആയോധന കലകൾ അഭ്യസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അത് നല്ല രീതിയിൽ ഇതിൽ വർക്കൗട്ടായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഇതിൽ അഭിനേതാക്കൾ എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, വളരെ മികച്ച രീതിയിൽ. പിന്നെ ലാലേട്ടൻ ഒരു കാമിയോ റോളാണ് വരുന്നെങ്കിലും അത് പറയേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം കാമിയോ റോളിൽ വന്നിട്ടുള്ള സിനിമകളൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു റോള് വേറൊരു ലെവലായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ സിനിമയിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് ഈ സിനിമ വളരെ ഇഷ്ടപ്പെട്ടു. എൻ്റെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കും അത് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടുകളാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഇത് ഒരു പുതുമുഖ നായിക അതുപോലെ മറ്റൊരു പുതുമുഖ നടൻ ആണെന്ന് പറയില്ല അവരുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ. അപ്പം അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. പിന്നെ അതിന് പ്രത്യേകിച്ചും നമ്മുടെ ഡയറക്ടറുടെ ഒരു കഴിവ് തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ പുതിയതായിട്ട് വരുന്ന അഭിനേതാക്കളെ അവർ പുതിയതല്ലാന്ന് തോന്നുന്ന രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ളത് അത് ഡയറക്ടറുടെ ഒരു കഴിവെന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഞാൻ വലിയ സിനിമകളൊന്നും എടുത്തിട്ടില്ല, കുറേ ഷോർട്ട് ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് അറിയാം. കാരണം എൻ്റെ ഷോർട്ട് ഫിലിമുകളിലൊക്കെ സാധാരണക്കാരായിട്ടുള്ള ഒന്നും അറിയാത്ത, അഭിനയം അറിയാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എത്രയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ഡയറക്ടർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നടീനടന്മാർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടെങ്കിൽ മാത്രമേ ഡയറക്ടർക്ക് അതൊക്കെ പുറത്തേക്ക് എടുക്കാനും കഴിയൂ. അത് വേറൊരു കാര്യം. അപ്പോൾ അത് തീർച്ചയായിട്ടും വിസ്മയയുടെ ആണെങ്കിലും ആശിഷിൻ്റെ ആണെങ്കിലും ഒരു തുടക്കം ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ തോന്നിയത് വിസ്മയയ്ക്ക് എത്രയോ നേരത്തെ സിനിമയിൽ വരായിരുന്നു എന്നാണ് തോന്നിയത്. പക്ഷെ എപ്പോഴും വൈകിട്ടൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പല ആളുകളും ഈ കുറ്റപ്പെടുത്തുന്നതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ വിസ്മയ ഇപ്പോൾ 32 വയസ്സായി, അപ്പോൾ അതുകൊണ്ട് ഇനി സിനിമയിലൊന്നും ഭാവിയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതെന്താണെന്നാണ് മനസ്സിലാവാത്തത്. ഇതിനങ്ങനെ വയസ്സിന് ഒരു പ്രത്യേകത ഉണ്ടോ? ഇപ്പം എത്രയോ ആളുകൾ പ്രായമായിട്ടുള്ള എത്രയോ ആളുകൾ സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള എത്രയോ ആളുകളില്ലേ. അപ്പോൾ അതിൽ പ്രായമൊന്നൊരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും സിനിമ എനിക്കിഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത് ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങളിപ്പോൾ സിനിമയ്ക്ക് പോയി കാണണമെന്ന് ഞാൻ പറയില്ല. ഞാൻ സാധാരണ പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ ഒരു ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഉള്ള അതേ ആ റേഞ്ചിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അവരോടും കൂടെ ചോദിച്ചിട്ട് പോയിട്ട് കണ്ടാൽ മതി. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.